ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിംപിൾസ് യൂണിവേഴ്സ്. സോ എല്ലാവരും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, തമ്പനയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇറ്റ്സ് അബൌട്ട് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി മെൻസ്ട്രൽ കപ്പ് ഞാൻ 2-3 തവണ വാങ്ങിച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്താൽ കറക്റ്റായിട്ട് അത് ഫിറ്റായിട്ട് നിൽക്കുമോ, അത് ലീക്കേജ് പ്രോബ്ലംസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു ഭയം കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല പ്രാവശ്യം ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാതെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ഉപയോഗം ഇത്രത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. എൻ്റെ വ്ളോഗ് നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇടയ്ക്ക് ഞാൻ വാട്ടർ തീം പാർക്കിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ റീയൂണിയന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ തീം പാർക്കിൽ പോയ സമയത്ത് വന്നിട്ട് ഫസ്റ്റ് ടൈം പോകുന്ന ഡേ തന്നെ ഞാൻ പീരിയഡ്സ് ആവുകയും, അപ്പോൾ വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ പീരിയഡ്സ് സമയത്ത് വളരെ ഡിസ്കംഫർട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ പീരിയഡ്സിൻ്റെ സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഒരാൾക്ക് വരാൻ പറ്റുമോ ആ മാക്സിമം പ്രോബ്ലംസും ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ മറ്റ് മാർഗങ്ങളൊന്നും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. സോ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അന്നത്തെ ഒരു ദിവസം. സോ അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. സോ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. മെൻസ്ട്രൽ കപ്പ് വന്നിട്ട് 3 സൈസുകളിലാണ് ഉണ്ടാകാറ്. ഒന്ന് 18 വയസ്സിന് താഴെ അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്മോൾ സൈസാണ് മെൻസ്ട്രൽ കപ്പ് യൂസ്ഫുൾ ആയിട്ട് വരിക. 18 വയസ്സിന് കുറച്ച് മുകളിലേക്കുള്ള ആൾക്കാർക്ക് മീഡിയം സൈസ് ആയിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുണ്ടാവുക. പിന്നെ അതിനും കല്യാണം കഴിഞ്ഞ് ഒന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ്, അതായത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ ലാർജ് സൈസാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക. ഇതാണ് മെൻസ്ട്രൽ കപ്പ്, ഇങ്ങനെ ഉണ്ടാവുക. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് അല്ല, ഇത് വന്നിട്ട് പല ആൾക്കാരും പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വന്നിട്ട് എൻ്റെ പേഴ്സണൽ അനുഭവം എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എനിക്കെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ യൂസ് ചെയ്യണത്. ഇത് വന്നിട്ട് ഒരു സിലിക്കോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ വെക്കുമ്പോൾ നമുക്ക് റഫായി ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ഫസ്റ്റ് ടൈം വയ്ക്കുമ്പോൾ എന്തായാലും കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാവും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒരു പുറത്തു നിന്നുള്ള ഒരു വസ്തു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കംഫർട്ട് എന്തായാലും ഉണ്ടാവും ഫസ്റ്റ് ടൈം. ബട്ട് നമ്മൾ ഒരു 2 പ്രാവശ്യം നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഡിസ്കംഫർട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറും. പിന്നെ അങ്ങനെ ഒരു വസ്തു അവിടെ ഉള്ളതായിട്ട് നമുക്കൊരു ഫീൽ പോലും തോന്നിക്കില്ല. സോ ഇങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് വരിക. പല സൈസ്, പല രൂപത്തിലും ഭാഗത്തിലൊക്കെ മാറിയൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ഒരു സാധാരണ മീഡിയം സൈസ് മെൻസ്ട്രൽ കപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 തരത്തിൽ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് വയ്ക്കാം. അതാണ് എനിക്കറിയാവുന്ന രീതി. ഒന്ന് വന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ഞെക്കി കൊടുത്ത് അതിലൊരു പോപ്പപ്പ് സൗണ്ട് നമുക്ക് കേൾക്കും. അങ്ങനെ പോപ്പപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇൻസേർട്ടഡ് ആയി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. പിന്നെ അതുമാതിരി നമ്മളത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് കുറച്ച് ഈ അറ്റത്തിലെ ഭാഗം ഒന്ന് ഞെക്കി കൊടുത്തതിന് ശേഷം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് വരും. പിന്നെ ഇങ്ങനെ നേരിട്ട് പിടിച്ച് വലിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടതിനകത്ത് അവർ പറയുന്നുണ്ട് ഇങ്ങനെ വലിക്കുന്നത് ഗർഭപാത്രം ചിലപ്പോൾ താഴ്ന്നു വരാൻ, സക്ഷൻ കാരണം താഴ്ന്നു വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ നേരിട്ട് വലിക്കാതെ ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് ചെറുങ്ങനെ ഞെക്കിയതിന് ശേഷം വലിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും സമയം ഉള്ള ബ്ലഡ് മൊത്തം അതിൽ കളക്റ്റഡ് ആയിട്ടുണ്ടാവും. സോ നമ്മളത് ടോയ്ലറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞിട്ട് പൈപ്പിൽ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇതിന് കഴുകാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ ഓൺലൈനിൽ നിന്നോ, അല്ലെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചത് ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്.
250 രൂപയാണ് എനിക്ക് ഇതിനാകെ ചിലവായിട്ടുള്ളൂ. ഞാൻ ഓരോ മാസം പീരിയഡ്സ് ആകുമ്പോൾ ഞാൻ ലാർജ് പാഡ്, സ്മോൾ പാഡ്, അങ്ങനെയുള്ള പാഡ്സ് പലതും വാങ്ങിയിട്ട് എനിക്ക് 300-ലധികം പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവ് ഓരോ മാസവും ചിലവാകുന്നുണ്ട്. പീരിയഡ്സിന് മാത്രം എനിക്ക് അത്രയും പൈസ മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഇത് ഒരു തവണ വാങ്ങിച്ചിട്ട് എനിക്ക് 10 വർഷത്തോളം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ സൊല്യൂഷനും നമുക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. അത് വാങ്ങിച്ച് ലാസ്റ്റ് യൂസിന് ശേഷം കഴുകി എടുത്ത് സൂക്ഷ്മമായിട്ട് എടുത്ത് വെക്കാം. ഇപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ഒരു പൗച്ച് കൂടി കിട്ടുന്നുണ്ട്, അതിലേക്ക് ഇട്ട് വെച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കാം. പിന്നെ അടുത്ത യൂസിന് മുമ്പ് അതുമാതിരി വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കത് അത്ര വലിയ അനിവാര്യമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ അതേ ഇത് വാഷ് ചെയ്യുന്നത് തന്നെ ലിക്വിഡ് വാങ്ങിച്ചിട്ട് വാഷ് ചെയ്താലും ഇതിൽ ഏകദേശം ജേംസ് ഒക്കെ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ നമ്മൾ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇന്ത്യൻ ടോയ്ലറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുക അതുമാതിരി ഇരുന്നിട്ട് വേണം ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ വന്നിട്ട് വാട്ടർ തീം പാർക്കിൽ പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. ഇത് ഇത്രമാത്രം എനിക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ലൈഡ്സിൽ കയറി അതുമാതിരി വാട്ടർ വെള്ളത്തിൽ ഞാൻ ഇറങ്ങി. ലിറ്ററലി എൻ്റെ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. അതുമാതിരി രാവിലെ ഞാൻ ആ വാട്ടർ തീം പാർക്കിൽ എത്തിയപ്പം വെച്ചിട്ട് പിന്നെ രാത്രി ഞാൻ റൂമിലേക്ക് എത്തി. 10 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു കാരണവശാലും ലീക്കേജ് ഉണ്ടാവില്ല. യൂറിൻ പാസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നവും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഓരോ റൈഡ്സിലും ഞാൻ കയറിയത് ഇത് വെച്ചിട്ടാണ്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത് ഇത് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ലീക്കേജിൻ്റെ ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. അതുമാതിരി ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ സ്റ്റേജിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഗേൾസിന് പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും. 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഒന്നില്ലെങ്കിൽ നല്ല ഫ്ലോ ആണെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകി ഭയങ്കര മോശമാകും, ഡ്രസ്സിലാവും എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പൊല്യൂഷൻ, എല്ലാ തരത്തിലും നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ട്, അങ്ങനെ പലതും അതുമൂലം ഉണ്ടാകുന്നുണ്ട് നമ്മൾ സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് ഒരു 10 വർഷത്തേക്ക് നമ്മൾ ഓരോ മാസവും ചെലവാക്കുന്ന 300 രൂപ ഒറ്റയടിക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ. എൻ്റെ ഈ ഒരു അനുഭവം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. സോ ഞാൻ ഒരു രീതി പറഞ്ഞു തന്നു. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഒരു പോപ്പപ്പ്, ഇതുമാതിരി ഒരു പോപ്പപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ അത് ഇൻസേർട്ടഡ് ആയി എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു ടെൻഷനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരു പാഡും എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് നടക്കാം. അപ്പൊ പാഡ് വെച്ചിട്ട് കുറെ നേരത്തേക്ക് നടക്കുമ്പോൾ പാഡിൽ ഒരു ലീക്കേജ് ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് ഇത് കറക്റ്റാന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വർക്കിന് പോകുന്ന, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പാഡ് ചേഞ്ച് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്ത, അല്ലെങ്കിൽ ദൂരെ ഫീൽഡ് വർക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ എൻ്റെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുമാതിരി വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബിലോ ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.